മോശം ദൃശ്യങ്ങൾ പകർത്താൻ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച അതിജീവിതയുടെ കോടതി വിധിക്ക് ശേഷമുള്ള പ്രതികരണം സ്വന്തം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പുറത്തുവന്നു. അതിജീവിതയെന്നല്ലാതെ സ്വന്തം പേര് തന്നെ വച്ചെഴുതിയ പോസ്റ്റിൽ അവർ ഒന്നാം പ്രതി തൻ്റെ പേഴ്സണൽ ഡ്രൈവർ എന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്ന് ആവർത്തിച്ചു. ഈ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അറിയിച്ചിരുന്നതാണെന്നും അവർ പോസ്റ്റിൽ പറയുന്നു. ആസൂത്രകർ ഇപ്പോഴും പുറത്താണെന്നും പകൽ വെളിച്ചത്തിൽ തന്നെയുണ്ടെന്നും നടി മഞ്ജു വാര്യർ തന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെ ഈഞ്ചക്കല്ലിലുള്ള SIT ഓഫീസിൽ രമേശ് ചെന്നിത്തല എത്തി മൊഴി കൊടുത്തു. ഈ മോഷണത്തിൽ രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്തു സംഘത്തിന് ബന്ധമുണ്ടെന്ന തെളിവുകളാണ് ചെന്നിത്തല കൈമാറിയത്. മറ്റുള്ളവരുടെ ചുമതലകൾ കോടതികൾ ഏറ്റെടുക്കുന്നത് ഉചിതമല്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അഭിപ്രായപ്പെട്ടു. VC നിയമനങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുന്നതിനെയാണ് ഗവർണർ വിമർശിച്ചത്. ഇതിനിടെ ലോക് ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറെ കണ്ടു. ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. രാവിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി. കണ്ണൂർ പാനൂരിൽ പാർട്ടി കൊടികൊണ്ട് മുഖം മറച്ച് ക്രിമിനൽ സംഘം വടിവാളുമായി വീടുകളിൽ കയറി അക്രമം നടത്തിയതിൽ 5 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ മൂക്കും ചെവിയും മറ്റൊരാക്രമണത്തിൽ ഗുണ്ടകൾ തകർത്തു. ജനങ്ങളെ പരിഹസിച്ച MM മണിയെ CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി തന്നെ കടുത്ത ഭാഷയിൽ തിരുത്തി. ജനത്തിന്റെ നികുതി പണത്തിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകരുടെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ എതിർവിധിയുണ്ടായാൽ അറസ്റ്റ് ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പോലീസ്. മാങ്കൂട്ടത്തിലിനെ നിരീക്ഷിച്ച് പോലീസ് കാത്തിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും മുകളിലുള്ളവരെ കാണുമ്പോഴുള്ള അതിവിനയവും എന്ന CPM കൗൺസിലർ ഗായത്രി ബാബുവിന്റെ ആരോപണത്തിൽ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ മന്ത്രി ശിവൻകുട്ടിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. ജർമ്മനിയിലെ 5 പ്രമുഖ സർവകലാശാലകളുടെ കൂട്ടായ്മ നെക്സ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറി കേരളത്തിൽ 9,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. നെടുമങ്ങാട് അഴീക്കോട് ജംഗ്ഷനിലെ ഹോട്ടലിൽ ഗ്യാസ് അടുപ്പ് കത്തിച്ചപ്പോഴുണ്ടായ സ്ഫോടനത്തിൽ 2 വനിതാ ജീവനക്കാരികൾക്കും ചായ കുടിക്കാനെത്തിയ ഓട്ടോ ഡ്രൈവർക്കും സാരമായ പരിക്കേറ്റു. ബീഹാർ മന്ത്രി നിതിൻ നബീനെ BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നിതിൻ. 45 വയസ്സാണ് നിതിൻ നബീന്റെ പ്രായം. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.